ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പൊതുവേ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ കഴിക്കാൻ മടിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ചേരുവകളും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മധുരക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മധുരക്കിഴങ്ങ് കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ്. എന്നാൽ ചിലർക്ക് അത് പുഴുങ്ങി കൊടുത്താലൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാറി വന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, ഒന്നങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മധുരക്കിഴങ്ങ് മാത്രമാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മധുരക്കിഴങ്ങല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ഐസാക്കി എടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും, അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മധുരം വേണ്ടി വരും. ഇനിയിപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തേന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും പിസ്തയും കൂടി ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കിയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരക്കിഴങ്ങും ഈന്തപ്പഴം കൂടെ ആയി വരുന്ന സമയത്ത് അത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്, അത് എന്താണെന്ന് ഇത് കുടിക്കുന്ന സമയത്ത് പോലും മക്കൾക്കൊന്നും അറിയില്ല അത് എന്ത് ജ്യൂസാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്